ഒരുപാട് വിമർശനങ്ങൾ, അരസംഖ്യയാണ് പിഷാരടി എന്ന് പറഞ്ഞു. അത് ഒരു പ്രാഥമിക വിമർശനമാണ്. അതും നേരത്തെ പറഞ്ഞ ടെംപ്ലേറ്റ് അടിച്ചു വെച്ചേക്കുന്ന കേരളത്തിലുള്ള ഒരു വിമർശനങ്ങളിൽ ഒന്ന് മാത്രമാണ് അരസംഖ്യ. ഭാഗ്യത്തിന് ആരാന്നല്ലേ പറഞ്ഞുള്ളൂ. എനിക്ക് അരയും മുക്കാലും ഒന്നുമില്ല, മുഴുവനായിട്ട് കോൺഗ്രസ്സുകാരനാണ്. അത് ഏത് സമയത്താണ് ഞാൻ പറഞ്ഞതെന്നും കൂടെ ആലോചിക്കണം. ആ സമയത്ത് പറഞ്ഞ എന്നെ അരസംഖ്യ എന്ന് പറയണമെങ്കിൽ സമ്മതിക്കണ്ടേ? ഇവിടെ കലയിലും രാഷ്ട്രീയത്തിലും നമ്മുടെ വസ്ത്രത്തിലും ഭക്ഷണത്തിലും എല്ലാം ഇത്തരത്തിലുള്ള ഇടപെടലുകൾ നടക്കുന്ന ഒരു കാലത്ത് ശക്തിയുക്തം ഞാൻ കോൺഗ്രസ് ആണെന്ന് ഉറക്കെ പറയുന്നതാണ് എൻ്റെ ഫസ്റ്റ് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഈ സ്റ്റാൻഡിന്റെ കാര്യം പറയുമ്പോൾ മുമ്പത്തെ ഒരു പ്രസംഗം ഇപ്പോൾ വൈറലാവുന്നുണ്ട്. അതായത് പാലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള പ്രശ്നത്തിന് നമ്മൾ എന്തിനാണ് അക്കാര്യത്തിൽ പരസ്പരം സംസാരിച്ച് അടികൂടാൻ പോകുന്നത്? അത് പറഞ്ഞാൽ ഇത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ എന്ന നിലപാടാണ്. ഇപ്പൊ പറയുന്ന ഒരു സ്റ്റാൻഡ് ഉണ്ട് എന്ന്. അപ്പോൾ ആ നിലപാടിൽ നിന്ന് ഇപ്പോൾ നമുക്ക് ഓരോ വിഷയത്തിലും സ്റ്റാൻഡ് നിലപാടല്ല അല്ല ആ ഇതിൽ നിന്ന് ഇപ്പോഴൊരു സ്റ്റാൻഡിലേക്ക് വന്നോ എന്നുള്ള ചോദ്യം ഭയങ്കര കണ്ണിങ്ങാണ്. അതൊരു നിലപാടൊന്നും ആയിരുന്നില്ല. അതൊരു ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന് സംസാരിച്ച കാര്യമാണ്. ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന് ഞാൻ സംസാരിച്ച കാര്യം, ഒരാൾ ഓഡിയൻസിൽ നിന്ന് എന്നോട് ചോദിച്ചു, നിങ്ങൾ ഈ സിനിമാ നടന്മാർ പല കാര്യങ്ങളിലും പ്രതികരിക്കുന്നില്ല, നിങ്ങൾ പ്രതികരിക്കുന്നുണ്ട്, എന്തുകൊണ്ടായിരിക്കും അവർ പ്രതികരിക്കാത്തതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എല്ലാ വശത്തും ആളുണ്ടല്ലോ. നിങ്ങളുടെ വശത്തും ആളുണ്ട്, എൻ്റെ വശത്തും ആളുണ്ട്. ഇതിനെ ഒരാൾ പ്രതികരിച്ചാലും ചേരി തിരിഞ്ഞ് വന്നുകൊണ്ട് ഈ കമന്റ് ബോക്സുകൾ യുദ്ധക്കളങ്ങളായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു ചെറിയ വിഷയവും വലിയ വിഷയവും ഉദാഹരണം പറഞ്ഞു. പള്ളുരുത്തിയിൽ നടന്നൊരു വിഷയം, അതൊരു 5 കിലോമീറ്ററിൽ തീർക്കാവുന്ന വിഷയം. ഇസ്രായേലും പാലസ്തീനും തമ്മിലുള്ള വിഷയം, അത് അത്രയും ദൂരെയാണ്. ഈ 2 വിഷയങ്ങളും നമ്മൾ അയലോക്കത്ത് താമസിക്കുന്നവർ ചേരി തിരിഞ്ഞ് തർക്കിച്ചാൽ നമ്മുടെ സ്നേഹത്തിന് ഇത് ബാധിക്കും. അത് അവിടെ തീർക്കണം, ഇതിവിടെ തീർക്കണം. നിങ്ങൾ എന്ത് പ്രതിഷേധം ഉണ്ടാക്കി നടത്തുമ്പോഴും ഇതിനിടയിൽ നമ്മൾ തമ്മിലുള്ള സ്നേഹത്തെ ഇത് ബാധിക്കരുത്. നമ്മൾ ഇമീഡിയറ്റ് ഫ്രണ്ട്സാണ്. ആ ഇമീഡിയറ്റ് ഫ്രണ്ടുമായിട്ട് നമ്മളൊരു തർക്കത്തിലോ വഴക്കിലോ വിദ്വേഷത്തിലോട്ടോ പോകരുതെന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞതിൻ്റെ റീല് കഷ്ണമാണിത്.